എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ പഞ്ചസാര കരാമലൈസ് ചെയ്തിട്ട് ഒരു അരി പായസമാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അരിയും ചവ്വരിയും കൂടെ വേവിച്ചിട്ട് നമ്മുടെ പഞ്ചസാര കരാമലൈസ് ചെയ്ത് നല്ല പിങ്ക് കളറിലുള്ള ഒരു നല്ല പായസമാണ് വെച്ചിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പം ഇത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാൻ ഈ ഒരു കപ്പിന് 1/2 കപ്പ് പൊടി പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചുമന്ന പൊടി അരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മുഴുവൻ അരിയാണുള്ളതെങ്കിൽ അത് കഴുകി ഒന്ന് ഉണക്കിയിട്ട് മിക്സിയിലിട്ട് ലൈറ്റായിട്ടൊന്ന് പൊടിച്ചാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ചവ്വരിയും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് പ്രത്യേകം ഒന്ന് വേവിച്ചെടുക്കാം. ഈ അരി ഞാൻ കുക്കറിലിട്ട് ഒരു 2 വിസിലടുപ്പിച്ചൊന്ന് വേവിച്ചുകൊണ്ട് വരാം. ഈ ചവ്വരി പ്രത്യേകം വെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ചെടുത്തുകൊണ്ട് വരാം. ഇനി നമുക്ക് അതിനാവശ്യമുള്ള പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുത്തിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ അരി അളന്ന കപ്പിന് ഒരു 3/4 കപ്പ് പഞ്ചസാര ഈ പാത്രത്തിലോട്ടിട്ട് ഒന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് നേരം അനങ്ങാതെ അങ്ങനെ ഇരിക്കട്ടെ. അത് ഉരുകി ബ്രൗൺ കളറിൽ കാരമലൈസായി വരും. ഞാൻ തീ വളരെ ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അത് ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കത് ലൈറ്റാக ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അല്പം കഴിയുമ്പോൾ ഒരു നല്ല ബ്രൗൺ കളർ ലായനിയാവും. ഇപ്പോൾ ഇതൊരു ബ്രൗൺ കളർ ലായനി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിപ്പോൾ ഒരു 2 സ്പൂൺ നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ആയാലും മതി. ഞാനിതിൽ നെയ്യാണ് ഒഴിക്കാൻ പോകുന്നത് കേട്ടോ. 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ഈ പായസത്തിന് വേണ്ടിയിട്ട് ഞാനൊരു 1 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ആ പാൽ ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പാലൊഴിക്കുമ്പോൾ ഈ പഞ്ചസാരയൊക്കെ ഒന്ന് കട്ടിയാവും കേട്ടോ. അത് കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് മെൽറ്റായി ഉരുകി വന്നോളൂ. ഇപ്പോൾ ഇതേ പഞ്ചസാരയെല്ലാം നല്ല മെൽറ്റായി. ഇപ്പോൾ പാല് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ പാലിലോട്ട് ഞാൻ മുമ്പേ ആ അരി നമ്മൾ 1/2 കപ്പ് അരി എടുത്തത് കുക്കറിൽ ഒരു 2 വിസിലടിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കുക്കറിലുള്ള വിസിലിൻ്റെ കാര്യം പറയാൻ പറ്റത്തില്ല കേട്ടോ. പല അരിക്കും പല വേവായിരിക്കും. ഇത് 2 വിസിൽ ഞാൻ ആദ്യം 1 വിസിലടിച്ചിട്ട് വെന്തില്ലായിരുന്നു. പിന്നെ 1 വിസിലും കൂടെ അടുപ്പിച്ച് വേവിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അത് ഇത്രയും അരിയുണ്ട് വേവിച്ചത്. അത് ഇതിനകത്തോട്ട് ചേർക്കാം. അടുത്തതായിട്ട് ആ ചവ്വരിയും ഞാൻ പ്രത്യേകം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേവിച്ച വെള്ളത്തോടു കൂടി ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ഇപ്പോൾ ആ പഞ്ചസാര നമ്മൾ കരാമലൈസ് ചെയ്തത് നല്ലൊരു കറക്റ്റ് കളറിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു പക്ഷേ അത് ലൈറ്റ് ഷെയ്ഡായി പോയി അല്പം കൂടെ കളർ വേണമെന്ന് തോന്നലുണ്ടെങ്കിൽ ഒരല്പം കൂടെ പഞ്ചസാര കരാമലൈസ് ചെയ്ത് ഒഴിച്ചാൽ മതി. ഇനി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. ഇപ്പോൾ നമ്മൾ ആ അരി എടുത്ത കപ്പിന് ഞാൻ വീണ്ടും അതിൽ 1 കപ്പ് പഞ്ചസാര കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളൊരു 3/4 കപ്പ് പഞ്ചസാര കരാമലൈസ് ചെയ്ത് അതിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ 1 കപ്പ് മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. കാരണം അത് അത്യാവശ്യം ഒരു കറക്റ്റിനായിട്ടുള്ള മധുരമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അല്പം മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് കൂടെയോ 1 കപ്പ് കൂടെയോ ഇടാവുന്നതാണ്. ഇതിപ്പോൾ ഒരു കറക്റ്റായിട്ടുള്ള തികട്ടാത്ത ഒരു നല്ല മധുരത്തിലായിരിക്കും ഈ പായസം വരുന്നത്. ഇപ്പം പായസം തിളച്ച് ഒരു നല്ല കുറുവിയ പരുവത്തിൽ വന്നിട്ടുണ്ട്. നമുക്കിത് ആ കൊച്ചു കപ്പിൽ 1/2 കപ്പ് അരിയും ഒരു 2 ടേബിൾ സ്പൂൺ ചവ്വരിയും 1 ലിറ്റർ പാലും കൂടെ ആയപ്പോഴത്തേക്ക് ഇത്രയും പായസം വന്നിട്ടുണ്ട്. അപ്പം ഇത് നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിനകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഒന്ന് നെയ്യിൽ വറുത്തിട്ട് കൊടുക്കാം. അപ്പം ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വറുത്തിട്ട് കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് പായസം ഇറക്കി വെച്ചു. ഇനി നമുക്ക് അത് നല്ലൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നമുക്കിവിടെ നല്ല ക്രീമി ആയിട്ടുള്ള നല്ല പിങ്ക് കളറിലുള്ള കരാമൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്. കറക്റ്റ് മധുരത്തോടെയാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഹാവ് എ ഗുഡ് ഡേ. ബൈ.